ലോകത്തിന് മുന്നിൽ എപ്പോഴും സ്വന്തം പ്രതിരോധ ശക്തിയെയും രഹസ്യാന്വേഷണ വൈഭവത്തിനെ പറ്റിയുമൊക്കെ വീമ്പിളക്കുന്ന അമേരിക്കയുടെ കടുത്ത സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. അമേരിക്കയിലെ ഏറ്റവും തിരക്കേറിയ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ പട്ടാപ്പകൽ നടന്ന വൻ വെടിവയ്പ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് ടൈംസ് സ്ക്വയറിലൂടെ നിലവിളിച്ചോടിയത്. ന്യൂയോർക്ക് നിക്സ് ബാസ്കറ്റ്ബോൾ ടീമിന്റെ വിജയാഘോഷ യാത്രയ്ക്ക് തൊട്ടു പിന്നാലെ നടന്ന ഈ വെടിവയ്പ് അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങളുടെ സമ്പൂർണ്ണ പരാജയമാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. 53 വർഷത്തിന് ശേഷം കിരീടം നേടിയ ടീമിനെ വരവേൽക്കാൻ നഗരത്തിലുടനീളം 10,000-ഓളം പോലീസുകാരെയാണ് അമേരിക്ക വിന്യസിച്ചിരുന്നത്. എന്നിട്ടും കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ രണ്ടുപേർ ഒരു ഭയവുമില്ലാതെ ടൈംസ് സ്ക്വയറിലെത്തി ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഒരു 26-കാരന് കുത്തേറ്റതിന് ശേഷമാണ് വെടിവെപ്പ് നടന്നത്. ഈ വർഷം അമേരിക്കയിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമല്ല ഇത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് തോക്കുധാരികളായിട്ടുള്ള അക്രമികൾ പോലീസുകാർക്ക് നേരെ നേരിട്ട് വെടിയുതിർത്ത ഞെട്ടിക്കുന്ന സംഭവം അമേരിക്കയിൽ അരങ്ങേറിയിരുന്നു. ജനങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട പോലീസുകാരെ പോലും നടു റോഡിൽ വെടിവെച്ച് വീഴ്ത്തുന്ന അവസ്ഥയാണ് അമേരിക്കയിലുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. പോലീസിനെ പോലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ അവസ്ഥ എത്രത്തോളം ഭയാനകമാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അമേരിക്കയിലെ സുരക്ഷാ സംവിധാനം എത്രത്തോളം ദുർബലമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. പോലീസിനെ പോലും വകവയ്ക്കാതെ നഗരമധ്യത്തിൽ ആയുധങ്ങളുമായി ഇറങ്ങാൻ അക്രമികൾക്ക് ധൈര്യം ലഭിക്കുന്നത് അവിടുത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ സമാനമായ രീതിയിൽ ഇവിടെ വെച്ച് ഒരു 17-കാരനും വെടിയേറ്റിരുന്നു. ലോകത്തിന് മുന്നിൽ ഒരു വൻ ശക്തിയാണെന്ന് അമേരിക്ക എപ്പോഴും അഹങ്കരിക്കാറുണ്ട്. എന്നാൽ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനമായി ഒരിടത്ത് ഒത്തുകൂടാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ തകർച്ച ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ്. അമേരിക്കൻ മോഡൽ എന്നത് വെറുമൊരു മിഥ്യയാണെന്നും സ്വന്തം ജനതയ്ക്ക് സുരക്ഷ നൽകാൻ കഴിയാത്ത ഒരു രാജ്യത്തിന് ലോകത്തെ എങ്ങനെ നയിക്കാൻ കഴിയുമെന്നുമാണ് ഇവർ ചോദിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ തുടർന്നും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും ടൂറിസത്തെയും തന്നെ വലിയ രീതിയിൽ ബാധിക്കാൻ അധികം സമയമെടുക്കില്ല. വെറും 35 കോടി ജനസംഖ്യയുള്ള അമേരിക്ക ഇത്തരം ഭീകരാക്രമണങ്ങളെ അല്ലെങ്കിൽ അക്രമങ്ങളെ തടയാൻ പാടുപെടുന്നിടത്താണ് 140 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യം എത്ര സമർത്ഥമായിട്ടാണ് ഇത്തരം ആഭ്യന്തര തീവ്രവാദികളെ കർശനമായ നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും കൊണ്ട് ചെറുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. ന്യൂസ് ഡെസ്ക് കേരളം.